ഹായ് ഫ്രണ്ട്സ്, ഇക്കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് എക്സാമിൽ ഫിസിക്സിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. 20 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി കണ്ടുപിടിക്കുക. നോക്കിക്കേ, ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗവും തന്നിട്ടുണ്ട്, 20 കിലോഗ്രാം ഭാരവും തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മാസ് 20 കിലോഗ്രാമും അതിൻ്റെ വെലോസിറ്റി പ്രവേഗം എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡും ആണ്. അപ്പോൾ അതിൻ്റെ വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. W = F×S ആണ്, അല്ലെങ്കിൽ ഫോഴ്സ് × ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പക്ഷേ ഇവിടെ മാസും വെലോസിറ്റിയാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ വർക്ക് ഡൺ എന്ന് പറയുന്ന സാധനം ഊർജ്ജത്തിന് ഈക്വലാണ്, അല്ലെങ്കിൽ എനർജിക്ക് ഈക്വലാണ്. എന്തായിരുന്നു എനർജി എന്ന് പറയുന്നത്? എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണെന്ത്? ഊർജ്ജം. അപ്പം ഈ വർക്ക് ഡൺ എന്തിന് ഈക്വൽ ആയിരിക്കും? എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിച്ച് നമ്മുടെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? EK = ½ v² എന്നായിരുന്നു. ഇവിടെ നോക്കിക്കേ, ഇവിടെ മാസും ഉണ്ട് വെലോസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ½ മാസ് എത്ര ആയിരുന്നു? 20 വെലോസിറ്റി എത്ര? 20 സ്ക്വയർ 400. ഓക്കെ, രണ്ടും 20 വെട്ടി 10, 10 × 400 4000 ജൂള്. എനർജിയുടെ യൂണിറ്റ് ജൂള്. ഇങ്ങനെയാണ് നമ്മൾ ഈ കണക്ക് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യണേ.